ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണിക്കാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നായി നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ പലവട്ടം തെരഞ്ഞെടുത്തൊരു റെയിൽവേ. ഇത് തുടങ്ങുന്നത് മനോഹരമായ ബേഗൻ എന്ന നഗരത്തിൽ നിന്നാണ്. ബേഗൻ മുതൽ ഗുഡ്വാങ്ങൻ വരെ 145 കിലോമീറ്റർ. ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എല്ലാവരും സ്വിറ്റ്സർലൻഡ് എന്ന് പറയും. പക്ഷെ നോർവേ കണ്ട ഒരാൾ ഒരിക്കലും പറയില്ല സ്വിറ്റ്സർലൻഡ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി എന്നുള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്യോർഡുകളിൽ ഒന്നായ സോങ്നെ ഫോർഡിൽ നിന്നുമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. രണ്ടു വശവും 1500 മുതൽ 1800 മീറ്റർ വരെ ഉയരമുള്ള മലകള്, ഇടയിൽ കണ്ണാടി പോലെ ശാന്തമായ വെള്ളം, മലമുകളിൽ നിന്ന് നേരെ ഫ്യോർഡിലോട്ട് പതിക്കുന്ന ഡസൻ കണക്കിന് വെള്ളച്ചാട്ടങ്ങള്, മലഞ്ചെരുവുകളിൽ ഒറ്റപ്പെട്ട ചെറിയ ചെറിയ ഫാമുകള്, ആടുകള്, പശുക്കള്, സീകൾ, പക്ഷികൾ, ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നാലെ പറന്നുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് പോർപോയ്സ് അല്ലെങ്കിൽ ഡോൾഫിനെ പോലെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 2 മണിക്കൂർ നീളുന്ന ഈ ഒരു ക്രൂസ് യാത്ര അവസാനിക്കുന്നത് ഫ്ലേം എന്ന ചെറിയ ഗ്രാമത്തിലാണ്. ഈ സോങ്നെ ഫോർഡിലെ ക്രൂസ് യാത്രയും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഫ്ലേം റെയിൽവേ യാത്ര അനുഭവിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ സെലിബ്രിറ്റി ക്രൂസിലാണ് ആളുകളൊക്കെ വന്നിറങ്ങുന്നത്. ഫ്ലാമിൽ നിന്ന് മിർദാൽ വരെ വെറും 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 20 കിലോമീറ്റർ നിങ്ങൾ കാണുന്ന ആ ഒരു പ്രകൃതി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാണുമ്പോൾ ഇതൊരു പഴയ ട്രെയിൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതിന്റെ ചരിത്ര ഭംഗിയും പൈതൃകവും സംരക്ഷിക്കാനാണ് ഇന്നും ആ ഒരു ക്ലാസിക് രൂപം നിലനിർത്തിയിട്ടുള്ളത്. സംഭവം പഴയതാണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ ട്രെയിന് 866 മീറ്റർ ഉയരത്തിലോട്ടാണ് കയറുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള സാധാരണ റെയിൽവേ പാതകളിൽ ഒന്ന്. ഇടയ്ക്ക് ട്രെയിൻ കടന്നു പോകുന്നത് 20 ടണലുകളാണ്. അതിൽ 18 ടണലുകളും മനുഷ്യർ കൈകൊണ്ട് കൊത്തിയെടുത്തതാണ്. ഒരു ഭാഗത്ത് മല, മറ്റൊരു ഭാഗത്ത് 100 കണക്കിന് മീറ്റർ ആഴമുള്ള താഴ്വര. പുറത്ത് നമ്മൾ കാണുന്നതോ വെള്ളച്ചാട്ടങ്ങള്, പച്ചപ്പിൽ മുങ്ങിയ താഴ്വരകള്, മഞ്ഞു മൂടിയ മലനിരകള്, ചുവന്ന നിറത്തിലുള്ള നോർവേജിയൻ വീടുകള്, കുത്തൊഴുക്കുള്ള നദികള്, മലമുകളിൽ സ്വതന്ത്രമായിട്ട് മേയുന്ന ആടുകള്. അങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ ട്രെയിൻ പെട്ടെന്ന് നിർത്തും. എന്തിനാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഒരു ചുവന്ന വസ്ത്രം ധരിച്ചൊരു സ്ത്രീ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അവളിങ്ങനെ പാട്ടുപാടും, ഡാൻസ് ചെയ്യും. അവളാണ് നോർവേജിയൻ ജനകഥകളിലെ ഹൾഡ്ര, അതായത് ഒരു വനദേവത. കാടുകളിൽ ജീവിക്കുന്ന, സംഗീതം കൊണ്ട് മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു മിസ്റ്റിക്കൽ കഥാപാത്രം. അവളുടെ ആ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ആണ് ഫ്ലാം റെയിൽവേയിലെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതിനുശേഷം ട്രെയിൻ വീണ്ടും യാത്ര തുടരും. 1 മണിക്കൂർ യാത്ര ചെയ്ത് ബെർഗൻ റെയിൽവേയുമായി ചേർന്ന് നിൽക്കുന്ന മിർദാൽ എന്ന ചെറിയ മലമുകളിലെ സ്റ്റേഷനിലോട്ടാണ്. അവിടുന്ന് മറ്റൊരു ട്രെയിൻ എടുത്ത് വേണം നമുക്ക് ഗെയിലയിലോട്ട് പോകാനായിട്ട്. ഇതെല്ലാം കാണിച്ചു തരുന്നൊരു രാജ്യമാണ് നോർവേ. നോർവേ ശരിക്കും ഭൂമിയിലെ സ്വർഗമാണ്. അത് പോയവർക്കേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയ് 2027 സ്കാൻഡിനേവിയൻ യാത്രയിൽ ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വണ്ടറിംഗ് ഫുഡി.